മക്കളെ എല്ലാവർക്കും മാഷൻ ടീച്ചറിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ അതാ നമ്മൾ 4ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ റിവിഷൻസ് ഒക്കെ പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്ന് നമ്മൾ EVS ആണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ പരിസര പഠനത്തിലെ ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്ന് കൂട്ടുകാർക്ക് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളും പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളൊക്കെയാണ് ടീച്ചർ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ വേഗം നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം അല്ലെ. അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്ന കുറച്ച് കൂട്ടുകാർ കൂടിയുണ്ട്. അപ്പൊ അവരോട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഓക്കെ മക്കളെ, അപ്പൊ നമ്മുടെ ആദ്യത്തെ പാഠഭാഗത്ത് നിന്ന് കൂട്ടുകാർ തീർച്ചയായും പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കരയിൽ ജീവിക്കുന്നവ, അതുപോലെ തന്നെ വെള്ളത്തിൽ ജീവിക്കുന്നവ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ എന്നിങ്ങനെയുള്ള ആ ഒരു ക്ലാസിഫിക്കേഷൻ കേട്ടോ. ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട്. അപ്പൊ മുന്നേ ഒരു പ്രാവശ്യം നമുക്ക് ആ ഒരു ഏരിയയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എങ്ങനെയാന്ന് വെച്ചാൽ, നമുക്ക് ഒരു ചിത്രം തന്നിട്ടുണ്ടായിരുന്നു. ആ ചിത്രത്തിൽ ഒരു കുളം ഉണ്ടായിരുന്നു, അതുപോലെ ആ കുളത്തിൽ ഒരുപാട് ജീവികൾ ഉണ്ടായിരുന്നു, പിന്നെ അതോട് ചേർന്നിട്ട് ഒരുപാട് മരങ്ങളും മരത്തിലും പിന്നെ കരയിലുമായിട്ട് മറ്റു ഒരുപാട് ജീവികൾ ഉണ്ടായിരുന്നു. അതേ രീതിയിലുള്ള ഒരു ചിത്രം തന്നിട്ട് ആ ചിത്രം നോക്കിയിട്ട് അവിടെ കരയിൽ വസിക്കുന്നവർ ആരൊക്കെയാണ്, വെള്ളത്തിൽ വസിക്കുന്നവർ ആരൊക്കെയാണ്, അതുപോലെ തന്നെ കരയിലും വെള്ളത്തിലും വസിക്കുന്നവർ ആരൊക്കെയാണ് എന്നുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഏരിയ ഒന്ന് വായിച്ചിട്ട് പോവുക കേട്ടോ. എന്തായാലും ഒരു 3-4 ജീവികളുടെ പേരുകൾ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിട്ട് പോവുക. ചിലപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ചിത്രം തരാതെ ഒരുപാട് ജീവികളുടെ പേരുകൾ തന്നിട്ട് അതിൽ നിന്ന് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറയും കേട്ടോ. അല്ലെങ്കിൽ ചിത്രം തന്നിട്ട് അതിൽ നിന്ന് എഴുതാനായിട്ടും പറയും. അപ്പൊ നോക്കിയേ മക്കളെ, കരയിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു 2 ജീവികളുടെ പേര് പറഞ്ഞ്. ഏതൊക്കെയാണ്? പൂച്ച, അതുപോലെ തന്നെ അണ്ണാൻ. ഇവ രണ്ടും എവിടെയാണ് ജീവിക്കുന്നത്? കരയിൽ ജീവിക്കുന്നതാണ് അല്ലെ. ഓക്കെ, ഇനി വെള്ളത്തിൽ ജീവിക്കുന്നതോ? നമ്മുടെ മീൻ അല്ലെ. ഏത് തരത്തിലുള്ള മീനായാലും നമുക്ക് അവിടെ ഉൾപ്പെടുത്താവുന്നതാണ്. പിന്നെയോ നീരാളി എവിടെയാണ്? വെള്ളത്തിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ് അല്ലെ. ഓക്കെ, ഇനി കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരാരൊക്കെയാണ്? ആമയുണ്ട്, തവളയുണ്ട്, പിന്നെ അതുപോലെ തന്നെ മുതല അല്ലെ. ഇതൊക്കെ ഏതിൽ പെടും? രണ്ടിലും ഉൾപ്പെടുന്നതാണ് അല്ലെ. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസിഫിക്കേഷൻ ഓർത്ത് വെച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ, പിന്നെ മക്കൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് വരുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ടീച്ചർ കുറച്ച് ജീവികളുടെയൊക്കെ പേരുകൾ എഴുതിയിട്ടുണ്ട്. മത്സ്യം, താറാവ്, ആമ, പരുന്ത്, തവള. ഇത്രയും ജീവികളുടെ അനുകൂലനങ്ങൾ മക്കൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ഓർത്ത് വെച്ചിട്ട് പോവുക കേട്ടോ. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്തായാലും മക്കൾക്ക് ചോദ്യം ഷുവറാണ്. എന്ത്? ഈ ഒരു ജീവികളുടെ അനുകൂലനം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പൊ മത്സ്യത്തിന്റെ അനുകൂലനം എന്താണ് മക്കളൊന്ന് പറഞ്ഞു നോക്കിക്കുക. അതിന്റെ ആ ഒരു ഷേപ്പ് തന്നെ അല്ലെ, എന്തുള്ള ഷേപ്പ്? രണ്ടറ്റവും കൂർത്ത് നിൽക്കുന്ന ഒരു ഷേപ്പാണ് അല്ലെ. ഒരു തോണിയുടെ ആകൃതിയാണ്. അതെന്തിനാണ് മത്സ്യത്തെ സഹായിക്കുന്നത്? ജലത്തിലൂടെ വേഗത്തിൽ സഞ്ചരിക്കാനായിട്ട് സഹായിക്കൂ അല്ലെ. പിന്നെ അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അതിന്റെ ശകുലങ്ങൾ അല്ലെ, ശകുലങ്ങൾ, അതായത് നമ്മൾ ചെകിള എന്നൊക്കെ പറയും. പിന്നെ അതുപോലെ തന്നെ അതിന്റെ ചിറക്, വാൽ, ഇതൊക്കെ എന്താണ്? മത്സ്യത്തിനുള്ള അനുകൂലനങ്ങളാണ് അല്ലെ. പിന്നെ മീനിനെയൊക്കെ പിടിച്ചു നോക്കിയാൽ മക്കൾക്ക് അറിയാം, അതിനെന്താണ്? ഒരു വഴുവഴുപ്പുള്ള ഒരു ശരീരമാണ്. അതും ആരുടെ പ്രത്യേകതയാണ്? മത്സ്യത്തിന്റെ പ്രത്യേകതയാണ് അല്ലെ. അപ്പം ഈ മത്സ്യത്തിന്റെ അനുകൂലനങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ മക്കൾ ഓർക്കേണ്ടത് താറാവ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്: താറാവിന് ജലത്തിലൂടെയും അതുപോലെ തന്നെ കരയിലൂടെയും സഞ്ചരിക്കാനും ഇര പിടിക്കാനും സഹായകരമായിട്ടുള്ള അനുകൂലനങ്ങൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തി എഴുതാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് താറാവിന്റെ അനുകൂലനം എന്ന് പറയുന്നത്? അതിന്റെ കാല് അല്ലെ. അതിന്റെ കാല് എങ്ങനെയാണ്? തുഴ പോലുള്ള കാലുകളാണ്. അത് ഉപയോഗിച്ച് അതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റും? വെള്ളത്തിലൂടെ നീന്താനായിട്ട് കഴിയൂ അല്ലെ. പിന്നെ അതിന്റെ കൊക്കിനൊരു പ്രത്യേകതയുണ്ട്. എന്താണ്? പരന്ന കൊക്കുകളാണ് അല്ലെ. അത് ഉപയോഗിച്ച് അതിന് എന്ത് നേടാൻ കഴിയും? ഇരയെ തേടാനായിട്ടല്ലേ. ചെളിയിലൊക്കെയുള്ള ഇരയെ പെട്ടെന്ന് തേടി പിടിക്കാനായിട്ട് എന്ത് സഹായിക്കും? അതിന്റെ കൊക്ക് അതിനെ സഹായിക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം മക്കളൊന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ ആമ, പരുന്ത്, തവള, ഇവയുടെ ഒക്കെ പ്രത്യേകതകൾ ഓർത്തിരിക്കുക കേട്ടോ. ആമയുടെ കട്ടിയുള്ള പുറന്തോട് അല്ലെ, പിന്നെ കാലും അതുപോലെ തന്നെ തലയൊക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഉൾവലിക്കാനായിട്ട് പറ്റൂലേ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യാം മക്കളൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തവളയുടേതും വഴുവഴുപ്പുള്ള ശരീരമാണ്. പിന്നെ അതിന്റെ കാല് അല്ലെ, തുഴ പോലുള്ള കാലുകളാണ് ആർക്കും ഉള്ളത്? തവളയ്ക്ക് ഉള്ളത്. പിന്നെ പരുന്തിന്റെ പ്രത്യേകതകൾ അല്ലെ എന്തൊക്കെയാണ്? നല്ല കൂർത്ത ചുണ്ടുണ്ട്, അതുപോലെ തന്നെ കൂർത്ത നഖങ്ങളൊക്കെ ഉണ്ട് അല്ലെ. പിന്നെ ഉയരത്തിൽ പറക്കാനായിട്ട് കഴിയും അല്ലെ. ഇതൊക്കെ എന്താണ്? നമ്മുടെ പരുന്തിന്റെ പ്രത്യേകതകളാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും അനുകൂലനങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. അനുകൂലനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിച്ചു വരാറുണ്ട് കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ആവാസ വ്യവസ്ഥയെ കുറിച്ചാണ്. അപ്പൊ ആവാസ വ്യവസ്ഥകളുടെ പേരുകളൊക്കെ ഒന്ന് മക്കൾ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചിട്ട് പോവാ. നമുക്ക് മുന്നേ ഒരു പ്രാവശ്യം ഒരു പദസൂര്യനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആവാസ വ്യവസ്ഥ എന്ന് ഒരു പദസൂര്യനായിട്ട് കൊടുത്തിട്ട് ആവാസ
വ്യവസ്ഥ എന്നുള്ള രീതിയിൽ എന്ത് ചെയ്തു, ഒരു പദസൂര്യം കൊടുത്തു. എന്നിട്ട് അതിന് ചുറ്റും ഒരു 4-5 ആവാസ വ്യവസ്ഥയുടെ പേരെഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഏതൊക്കെയാണ് ആവാസ വ്യവസ്ഥ? കുളം ഒരു ആവാസ വ്യവസ്ഥയാണോ? ആണ് അല്ലെ. അതുപോലെ തന്നെ നമ്മുടെ വയൽ എന്താണ്? ആവാസ വ്യവസ്ഥയാണ്. പിന്നെ കാട് നമുക്ക് പറയാം അല്ലെ, ആവാസ വ്യവസ്ഥയാണ്. അതുപോലെ തന്നെ കാവ് നമുക്ക് പറയാം. അപ്പൊ എന്ത് ചെയ്യാം മക്കള്, ആവാസ വ്യവസ്ഥയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വായിച്ചിട്ട് പോവാ, പേരുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് പോവാ കേട്ടോ. പിന്നെ മക്കൾക്ക് ആവാസ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു. ഇതേ രീതിയിൽ കുറച്ച് പ്രസ്താവനകളൊക്കെ തന്നിട്ടായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ചോദ്യം ഇങ്ങനെയാണ്: മനുഷ്യന്റെ ഏതൊക്കെ പ്രവൃത്തികളാണ് ആവാസ വ്യവസ്ഥയെ നശിപ്പിക്കുന്നത് എന്നായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് തന്നിട്ടുള്ള പ്രസ്താവനകളിൽ ഏതൊക്കെയാണ് ശരിയെന്ന് വെച്ചാൽ കണ്ടെത്തിയിട്ട് ആ ഒരു പ്രസ്താവനയ്ക്ക് നേരെ ടിക്ക് മാർക്ക് ഇടാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ നോക്കിക്കേ, 4 പ്രസ്താവനകളായിരുന്നു നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ്, ഈ പ്രവൃത്തികളിൽ ഏതൊക്കെ പ്രവൃത്തി മൂലമാണ് ആവാസ വ്യവസ്ഥ നശിക്കുന്നത് എന്നുള്ളത് കണ്ടെത്താനാണ്. നോക്കിക്കേ മക്കളെ, ആദ്യത്തേത് എന്താണ്? അമിത കീടനാശിനി പ്രയോഗം അല്ലെ. മനുഷ്യന്റെ അമിത കീടനാശിനി പ്രയോഗം കാരണം എന്ത് നശിക്കുന്നുണ്ട്? ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ട് അല്ലെ. വയല് പോലുള്ള ആവാസ വ്യവസ്ഥകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നശിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അതൊരു മനുഷ്യൻ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. പിന്നെയോ മരങ്ങൾ നശിപ്പിക്കൽ അല്ലെ. മരങ്ങൾ നശിപ്പിക്കുന്നത് കൊണ്ട് എന്ത് നഷ്ടമാവുന്നുണ്ട്? ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടുന്നുണ്ട്. പിന്നെ അപ്പൊ അതും എന്താണ്? ശരിയാണ് അല്ലെ. പിന്നെ അതുപോലെ തന്നെ വയൽ നികത്തൽ അല്ലെ. വയൽ നികത്തുന്നത് മൂലം എന്താവുന്നുണ്ട്? അവിടെയുള്ള ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ട്. പിന്നെ പുഴയെ സംരക്ഷിക്കല്. പുഴ സംരക്ഷിക്കുന്നതുകൊണ്ട് ആവാസ വ്യവസ്ഥ നശിക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. അതൊരു നല്ല കാര്യമാണ്. അപ്പൊ ഈ ഒരു 3 മനുഷ്യന്റെ ഈ ഒരു 3 പ്രവൃത്തികൾ മൂലമാണ് ആവാസ വ്യവസ്ഥ തകരുന്നത് അല്ലെ. അപ്പൊ അതെന്ത് ചെയ്യാം, ആ കാര്യം ഒന്ന് മക്കൾ ഓർത്തിരിക്കുക. ചിലപ്പോൾ ഇങ്ങനെ പ്രസ്താവനയായിട്ട് നമുക്ക് തരണം എന്നില്ല, അല്ലാതെ തന്നെ നമുക്കൊരു കുറിപ്പ് എഴുതാം എന്നുള്ള രീതിയിൽ തരാം. അതായത് മനുഷ്യന്റെ ഏതൊക്കെ പ്രവൃത്തികളാണ് ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത് എന്നുള്ള രീതിയിൽ ചിലപ്പോൾ ഒരു കുറിപ്പ് എഴുതാനായിട്ട് തരാം. അപ്പൊ മക്കൾ എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റ്സ് ഒക്കെ ഓർത്തിരിക്കുക. ആ ഒരു ഭാഗം നന്നായിട്ട് വായിച്ചിട്ട് പോവുക കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ പറഞ്ഞു കരയിൽ വസിക്കുന്നവ, വെള്ളത്തിൽ വസിക്കുന്നവ, കരയിലും ജലത്തിലും വസിക്കുന്നവ, അവയുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പിന്നെ അതുപോലെ തന്നെ പിന്നെ മക്കൾ ശ്രദ്ധിക്കേണ്ടത് ഓരോ ജീവികളുടെയും അനുകൂലനങ്ങൾ, പ്രത്യേകതകൾ മക്കൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കുക കേട്ടോ. അതിൽ പ്രധാനമായിട്ടുള്ള കുറച്ച് ആളുകളുടെയൊക്കെ ഞാൻ പറഞ്ഞു. താറാവ്, അതുപോലെ തന്നെ മത്സ്യം, പിന്നെ അതുപോലെ തന്നെ തവള, ആമ, പരുന്ത് തുടങ്ങിയ ജീവികളുടെ മക്കൾ എന്ത് ചെയ്യുക, പ്രത്യേകം ഒന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അതൊക്കെ നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പിന്നെയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു ആവാസ വ്യവസ്ഥ, വിവിധ ആവാസ വ്യവസ്ഥകളുടെ പേരുകളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യന്റെ ഏതൊക്കെ പ്രവൃത്തികളാണ് ആവാസ വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ചാപ്റ്ററിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത മക്കൾ പഠിക്കേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക, എല്ലാവരും നന്നായിട്ട് ഇരുന്ന് പഠിക്കുക. ഇനി നിങ്ങളുടെ മറ്റു വിഷയങ്ങളെ അതുപോലെ തന്നെ മറ്റു ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് ഒക്കെ വഴിയെ ടീച്ചർ ഇടും കേട്ടോ. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.